കേരളത്തിൽ ഉയർന്നു വരുന്ന തട്ടിപ്പ് കേസുകളിലെല്ലാം തന്നെ പിണറായി വിജയൻ്റെ പേര് വരുന്നത് എന്തുകൊണ്ടെന്ന ഒരു ചോദ്യമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സിലെല്ലാം ഇപ്പോൾ ആളിക്കത്തുന്നത്. അതായത് ഈ റിപ്പോർട്ടർ ടിവിയുടെ മുതലാളി ആൻഡോ അഗസ്റ്റിൻ സമീപകാലത്തെ കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ എന്നുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ചെയ്ത ജോലികളെല്ലാം അതുതന്നെയാണ്. മാംഗോ ഫോണും മുട്ടിൽ മരം മുറിയും മെസ്സിയെ കാണിച്ച് കോടികൾ തട്ടിയെടുത്തു എന്നുള്ള വാർത്തകളും ഒക്കെ കേരളം പറ്റിച്ചിങ്ങനെ കോടികൾ ഉണ്ടാക്കി എത്രയോ കേസുകൾ കോടതിയിൽ കിടക്കുന്നു. അങ്ങനെയുള്ള ഒരു തട്ടിപ്പുകാരൻ ദിവസവും സ്വന്തം ചാനലിൽ ഇരുന്ന് പിണറായി വിജയനെ ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്നതിന് പിന്നിൽ അവർ തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിൻ്റെ ധാരണയാണെന്ന് കേരളത്തിൽ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, അച്യുതാനന്ദനോ നായനാരോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇയാളെ പോലെയുള്ളവരെ കാണാൻ പോലും കൂട്ടാക്കില്ലായിരുന്നു. അങ്ങനെ പഠിച്ചു വന്നവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഏറെയും. എന്നാൽ പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രി പല കേസുകളിലും പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനെ കൊണ്ടുണ്ടാക്കിയ ഈ സ്തുതി പാടിക്കുമ്പോൾ അത് നല്ലതാണ് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പറയുന്നില്ല. ആ ബന്ധമായിരിക്കും ഇനി പിണറായിയുടെ തകർച്ചയുടെ വേഗത കൂട്ടുന്നത്. അതിൽ കേരളം ഒന്നടങ്കം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാൻ ഉത്തരവ് പോലുമില്ലാതെ സർക്കാരിൻ്റെ പേരിൽ കരാർ ഒപ്പിടാൻ ഈ സ്പോൺസർക്ക് അനുമതി നൽകിയത് ആര് എന്നുള്ളതാണ്. അവിടേക്കാണ് പിണറായി വിജയൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നത്. അതുപോലെ ഔദ്യോഗികമായി അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ മരം കൊള്ളക്കാരൻ ആൻഡോ അഗസ്റ്റിൻ്റെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഒപ്പിട്ട കരാറിൽ എങ്ങനെ സർക്കാരിൻ്റെ എല്ലാ വിവരങ്ങളും ഉപയോഗിച്ചു എന്നുള്ളതാണ്. കരാറിൽ സർക്കാരുമായി അല്ലെങ്കിൽ പിണറായി വിജയനുമായി ചേർന്ന് ചട്ടവിരുദ്ധമായി നടത്തിയ ഇടപാടുകളെല്ലാം തന്നെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മെസ്സി വരും എന്ന് പറഞ്ഞു നടന്നെങ്കിലും പണം അയക്കുന്നതിൽ കാലതാമസം വരുത്തിയതോടെ സ്പോൺസർമാരുമായുള്ള കരാർ 2 തവണ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ റദ്ദാക്കിയെന്നും ആ രേഖകളിലുണ്ട്. 2024 ഡിസംബർ 20-ന് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി കരാറിലെത്തിയ ഈ സ്പോൺസർ ഇതിനായുള്ള സർക്കാർ അനുമതി നേടിയെടുത്തത് 18 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. എന്നാൽ പുതിയ സർക്കാർ വന്നതിന് ശേഷം കണ്ടെത്തിയ കാര്യങ്ങൾ അർജന്റീന വിഷയത്തിൽ സ്പോൺസറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഇതുവരെ കരാറോ ധാരണാപത്രമോ ഒപ്പുവച്ചിട്ടില്ല എന്നാണ്. അത് കായിക വകുപ്പിൻ്റെ വ്യക്തമായ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടെയുള്ള പദ്ധതി എന്ന പേരിലാണ് സ്പോൺസർ AFA കരാർ തന്നെ ഉള്ളത്. എന്നാൽ ഈ രേഖകൾ കായിക വകുപ്പിൽ നിന്ന് മറച്ചുവെച്ച സ്പോൺസർ അതിനുശേഷം 2 തവണ കരാർ പുതുക്കിയപ്പോഴും ഇക്കാര്യം രേഖാമൂലം സർക്കാരിനെ അറിയിച്ചില്ല. മാത്രമല്ല, ഒരു സ്വകാര്യ സ്ഥാപനം അനുമതിയില്ലാതെ ഇങ്ങനെ സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഒപ്പിട്ടിരിക്കുകയാണ്. രേഖകളിലും ഒന്നിലും സർക്കാർ ഇല്ലെങ്കിലും കഴിഞ്ഞ മന്ത്രി ആയിരുന്ന അബ്ദുൾ റഹിമാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഒക്കെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആൻഡോ അഗസ്റ്റിന് പുറമെ കേരളത്തിൽ നിന്ന് കരാർ ഒപ്പിട്ടത് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്, അതായത് നിലമ്പൂരിലെ CPM സ്ഥാനാർത്ഥിയായിരുന്ന U ഷറഫലി മാത്രമാണ്. ആ ഷറഫലിയെ ആര് ചുമതലപ്പെടുത്തിയത് എന്നിൽ ആർക്കും സംശയവും ഉണ്ടാവില്ല. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാനുള്ള കരാറിൽ സ്പോൺസറെ പിഴയിൽ നിന്ന് രക്ഷിക്കാൻ കായിക വകുപ്പ് നടത്തിയ നയതന്ത്ര ഇടപെടലിൻ്റെ തെളിവുകളുമെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. കരാർ പ്രകാരമുള്ള പണമടയ്ക്കാൻ വൈകിയതിന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് AFA $40 ലക്ഷം പിഴ ചുമത്തിയിരുന്നു. അതായത് ഏകദേശം 38 കോടിയോളം രൂപ. ഇത് ഒഴിവാക്കി നൽകാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് അർജന്റീനയിലെ ഇന്ത്യൻ അംബാസിഡർക്ക് കഴിഞ്ഞ വർഷം ജൂലൈയിൽ കായിക വകുപ്പ് അയച്ച കത്തും പുറത്തായിട്ടുണ്ട്. അർജന്റീന ടീമിൻ്റെ സന്ദർശനം സംസ്ഥാന സർക്കാർ ഉൾപ്പെട്ടിട്ടുള്ള കരാറാണെന്നും ആ കത്തിൽ പറയുമ്പോൾ സർക്കാർ ആരുമായും കരാർ ഒപ്പുവെച്ചിട്ടില്ലെന്ന് മുൻമന്ത്രി പറഞ്ഞതും ഏറ്റവും വലിയ തട്ടിപ്പ് തന്നെയാണ്. അങ്ങനെ ശബരിമലയിലെ കൊള്ളക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറെ സഹായിച്ചതുപോലെ മെസ്സിയുടെ സ്പോൺസറെയും സഹായിച്ചിരിക്കുന്നത് പിണറായി സർക്കാർ തന്നെ എന്ന് വ്യക്തമാകുന്നു. ഈ റിപ്പോർട്ടർ മുതലാളിക്ക് വയനാട്ടിലെ കോടിക്കണക്കിന് രൂപയുടെ മരം മുറിക്കാൻ വേണ്ടി മാത്രം സർക്കാർ നിയമം മാറ്റിയെഴുതിച്ച പിണറായി വിജയൻ മെസ്സിയെ കാണിച്ചു മലയാളികളെ പറ്റിക്കുന്നതിലും ആൻഡോക്കൊപ്പം കട്ടക്ക് നിന്നു എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. അത് പിണറായിയുടെ തകർച്ചയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ നിന്നും പിണറായിയെ മായ്ക്കാൻ ഇതാക്കം കൂട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.